വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന വെമ്പുലി നാടാണ് നമ്മളിന്ന് അറിയപ്പെടുന്ന കോട്ടയം. രാമവർമ്മ കുലശേഖരനായിരുന്നു അവസാനത്തെ ഭരണാധികാരി. ഇവിടുത്തെ മഹോദയപുരം എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ ആയിരുന്നു ഇതിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ചെറുഭാഗങ്ങളിലൊക്കെ ഇവിടെ അവർ ഭരിച്ചിരുന്നു. ആ സമയത്ത് കുലശേഖര ആഴ്വാരാണ് ഇതിൻ്റെ സ്ഥാപകൻ. ചേര സാമ്രാജ്യമാണ്, രണ്ടാമത്തെ ചേര സാമ്രാജ്യമാണ് കുലശേഖര സാമ്രാജ്യം. രാജാവിൻ്റെ ഭരണശേഷം നമ്മുടെ നാടുവാഴികളാണ് പിന്നീട് ഭരണം നടത്തിയിരുന്നത്. അങ്ങനെ വലിയ ചരിത്രങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കോട്ടയം. അങ്ങനെ നമ്മളിവിടെ എൻട്രൻസിലെത്തിയ കാണാം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഏകദേശം അടുക്കാറായി. ഇനിയിപ്പോൾ അധികം ദൂരമില്ല. ഇവിടെ റൈറ്റ് സൈഡിലൊരു അടിപൊളി വ്യൂ കൊണ്ട് കാണിക്കാമേ. കിടു വ്യൂ അല്ലേ, അടിപൊളിയല്ലേ. പാലാരൂപതയുടെ ഒരു കുരിശ് ഇവിടെ നാട്ടിലുണ്ട്. ഇതെല്ലാം പാറയാണ്ടോ, ലെഫ്റ്റ് സൈഡിൽ പാറകളാണ്. ഇത് മല പോലെ ഉയർന്നു നിൽക്കുന്നത്. ഈ കാണുന്നതെല്ലാം, അവിടെ കാണുന്ന മലകളും എല്ലാം അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഈ ആഴ്വാർ, ലാസ്റ്റിലത്തെ ആഴ്വാറുണ്ടല്ലോ, അദ്ദേഹം ഒരു വൈഷ്ണവ ഭക്തനായിരുന്നു. അദ്ദേഹം പിന്നീട് വൈഷ്ണവ ഭക്തി പ്രചാരണത്തിനായിട്ട് പിന്നെ പോകുകയായിരുന്നു എന്നാണ് അറിവ്. നിങ്ങളാരെങ്കിലും കുമരകം പക്ഷി സങ്കേതത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഇനി ഒരിക്കൽ പോകണം. അവിടെ വേമ്പനാട് കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ അതൊന്ന് പോയി കാണുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആകാശത്തിൻ്റെ മുകളിലെത്തിയ പോലെ ആയതുകൊണ്ടോ, ഇവിടെ എല്ലാം മരങ്ങൾ കുറവായി. ഇപ്പം വഴി മാത്രമേ ഉള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല കാഴ്ചയാണ് ഇവിടെ. ഇവിടുന്ന് വേണ്ട പാർക്കിംഗ് തുടങ്ങുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും വണ്ടിയൊന്നുമില്ല, അധികം ആൾക്കാരും തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വന്ന ടൈം കറക്റ്റ് അല്ല, അതുകൊണ്ടായിരിക്കാം. നോക്കിക്കേ, കണ്ടോ, ആകാശത്തിൻ്റെ മുകളിലെത്തിയ പോലെ ഇല്ലേ, അടിപൊളി. ഏതാണ്ട് ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത് പ്രതീക്ഷയില്ല ഞാൻ. ഇവിടെ കടകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കാറെല്ലാം ഇവിടെ വൻ സെറ്റപ്പാണ് കേട്ടോ.